എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് വെക്കാൻ പോകുന്നത് ക്യാരറ്റും മാങ്ങയും കൂടിയുള്ള ഒരു അച്ചാർ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? നിങ്ങൾ കാണുകേട്ടോ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് മാങ്ങ കൂടിയുള്ളൊരു അച്ചാർ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മൾ മാങ്ങ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, പച്ചമുളക് ആദ്യം നീളത്തിലരിഞ്ഞു, പിന്നെ ചേട്ടൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കുന്നത് കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ക്യാരറ്റിലേക്കും മാങ്ങയിലേക്കും കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് തിരുമ്മി വെക്കാം കേട്ടോ. ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നന്നായിട്ട് ഇളക്കുക. ഭംഗിക്ക് വേണ്ടിയാണോ? നമുക്ക് എങ്ങനെ ഭംഗിക്ക് വേണ്ടി എല്ലാവരും വട്ടത്തിലല്ലേ, നീളത്തിലല്ലേ വെക്കാം. അതെ. പിന്നെ ഇങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പം അങ്ങനെയുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് കോട്ടയത്തൊരു കല്യാണത്തിന് പോയപ്പോഴേ, കോട്ടയത്തൊരു കല്യാണത്തിന് ഇങ്ങനെ ഒരു അച്ചാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ആ സംശയം ഞാൻ തീർക്കട്ടെ. എന്നെ നടുക്ക് താരയും ബനീഷും കൂടെ വിളിച്ചിരുത്തണത്. എനിക്ക് ഇരിക്കണം നടുക്ക് നിൽക്കണത് എനിക്കിഷ്ടമല്ല. എൻ്റെ പേര് അവരെന്നല്ല സിനിമ എന്നാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. മിക്കവാറും ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കേണ്ടതെന്ന് നിർബന്ധിക്കും. അവരിരിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യും? അതെ, ചോദ്യം ഉണ്ടായി. ആര് പറഞ്ഞ അമ്മച്ചി? കേട്ടെ പറയേ, ആരാ പറഞ്ഞത്? എങ്ങനെ? നിങ്ങളത് വായിച്ചില്ലേ? ഇതിൽ വന്ന് വായിച്ചില്ലേ? കമന്റ് ആണോ? അമ്മച്ചി എടുത്ത് ആര് പറഞ്ഞേ? പറയേ ഞങ്ങള്. അപ്പൊ ആരോ പറഞ്ഞില്ല, കാരണം ഞങ്ങള് ഒരു നെഗറ്റീവ് കമന്റ് വന്ന അമ്മച്ചി എടുത്ത് പറയാറില്ല. അപ്പൊ ആരാ പറഞ്ഞേ? എന്നെ ചോദ്യം ചെയ്യണവരും എന്നെ കണ്ടിരിക്കുന്നവരും ഈ കൊള്ളാട്ടാന്ന് പറയണവരൊക്കെ ഉണ്ട്. അപ്പൊ അമ്മച്ചി എന്തിനാണ് അടുത്ത് പോയിരുന്നത്? അപ്പൊ ഞാൻ പറയും അവരാണ് എന്നെ ഇരുത്തുന്നത്, ഞാൻ എനിക്ക് അങ്ങനെ ഇരിക്കണമില്ല. മറ്റുള്ള ആൾക്കാരുടെ ഞാൻ ഉപദേശം പറഞ്ഞു കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടാ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് ശരിക്കും പറഞ്ഞാലേ അമ്മച്ചി മാറി നിൽക്കാൻ ശ്രമിക്കൂ കേട്ടോ, സൈഡിൽ നിൽക്കാൻ ശ്രമിക്കൂ. അപ്പൊ ഞങ്ങൾ പറയും അമ്മച്ചി നടുക്കാനാ നിക്കണോന്ന് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് അമ്മച്ചി നടുക്ക് നിൽക്കുന്നത്. അതെ. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ചൂടായിട്ട് വരട്ടെ കേട്ടോ. ചൂടായിട്ട് വന്നിട്ടേ ബാക്കിയുള്ളതൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പം അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ഉലുവ എടുത്ത് വെക്കാം. പിന്നെ കുറച്ച് കടുക് എടുത്ത് വെക്കാം. അപ്പോഴേക്കും ചട്ടി ചൂടാവട്ടെ. ചൂടായോ അമ്മച്ചി? വേഗം ചൂടാവും. ഇടാം, ചൂടാവട്ടെ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉലുവ ഇടാം. എൻ്റെ സൈഡിലേക്ക് കടുകിട്ടോട് അത് വെട്ടിക്കോളും. അങ്ങനെ അതേ മൂത്ത് പോയാൽ കഴിക്കും. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അടുത്ത് എന്താ ഇടുക? ഇടുന്നേ മാറിക്കാൻ വെച്ച് മൂത്ത്. കുറച്ച് നമുക്ക് ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചി ഇട്ടു. ഒപ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ടു. ഒപ്പം നമുക്ക് ഇത്തിരി കഴിയട്ടെ. ഒരുപാട് മുരിയുണ്ട് കേട്ടോ. കുറച്ച് എന്നാലും പച്ചമുളക് ഇട്ടു. അടുത്ത അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും ഇട്ടു. ജസ്റ്റ് അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത്ര ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മൂത്ത് വരണ്ട. അപ്പോൾ നമുക്ക് അതിലായിട്ട് കുറച്ച് കായപ്പൊടി ചേർക്കാം കേട്ടോ. ഓക്കെ, കായപ്പൊടി ചേർത്ത് കുറച്ചൊന്ന് ഇളക്കിയിട്ട് അതിലായിട്ട് നമ്മൾ
മഞ്ഞപ്പൊടി ചേർക്കുക. പിന്നെ അമ്മച്ചി പഠിക്കണേ അത്രയും മതി മതി. മതി മതി മതി. അമ്മച്ചി സ്റ്റൈൽ വേറെ ഇതാണ്ടാ. അതിങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണേ, ചൂടുവെള്ളം ഒഴിക്കണം. ഗരം പാൽ. പോരെ. സൂപ്പർ. അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിക്കണേ. പോരെ. സൂപ്പർ. മതി 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 മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. കല്ലുപ്പല്ലല്ല പൊടി ഉപ്പ്. അല്ല, ഇത് പൊടി ഉപ്പ. കല്ലുപ്പാണ് ചേർക്കേണ്ടത്. തിളക്കണം അത്. വേണ്ട വേണ്ട, നമ്മൾ ചൂടുവെള്ളം ഓൾറെഡി ഇട്ടല്ലോ. അപ്പം അതിലേക്ക് നമുക്ക് മാങ്ങ ഇടാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. പാടിയാ മതി അല്ലേ? ആ, എല്ലാം ഇടുന്നില്ല മാങ്ങ. എന്തോ എല്ലാം മാങ്ങ ഇടുന്നില്ല. ഇടുന്നുണ്ട് ഇടുന്നുണ്ട്. ഒന്ന് കത്തണ്ടേ? ഇതിങ്ങനെ നന്നായിട്ട് നല്ല കളർ. ഇളക്കണം. അപ്പം ഇതൊരു ദിവസം ഇരിക്കണം കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ഒരു ദിവസം ഇരിക്കണം. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവും. ഒരു ദിവസമല്ല, ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും 2 ദിവസം കഴിക്കുമ്പോൾ ടേസ്റ്റ് വരുന്നത്. ഇത് വേവിക്കണോ? ഇനി ഒന്നും ചെയ്യണ്ട. ആയാ? ആ, ആയി, റെഡിയായി. ഇത്ര സിമ്പിളാ. അത്ര സിമ്പിളാണ്. അപ്പം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ ക്യാരറ്റും ഇതൊക്കെ ഒന്ന് വേകും. തീ ഓഫ് ചെയ്യണോ? തീയൊക്കെ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തു. ആ, സൂപ്പറാണല്ലോ. ഓൾറെഡി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചല്ലോ. അപ്പം പിന്നെ ഇത് തിളപ്പിക്കണ്ട കേട്ടോ. അപ്പം ഇതുപോലെ മാങ്ങാച്ചാറ് വെക്കുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ തന്നെയാണോ എന്ന് പറയണം കേട്ടോ. ഈ മാങ്ങായും ക്യാരറ്റും കൂടി വെച്ച് വളരെ നന്നായിരിക്കും കേട്ടോ. പിന്നെ ഒന്നുകൂടി പറഞ്ഞ എന്നെ അവർ നിർബന്ധിച്ച് വരുത്തിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാത്ത ആളാണ്. എനിക്കിഷ്ടമല്ല. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെയേറെ സങ്കടത്തിന് കാരണമാക്കി. വേറെ വല്ലതും നിങ്ങൾ ഇടാനുണ്ട്, പക്ഷെ ഇതാണ് കൂടുതൽ സങ്കടമാക്കിയത്. ഇത് പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിലുണ്ട്. അവരെന്തിനാണ് അവർക്ക് രണ്ടുപേർക്കും നടുക്ക് ഇരിക്കണത്? അവരെന്നല്ല എൻ്റെ പേര് ചിന്നമ്മ എന്നാണ്. പല കമൻറ്റുകളും പലരും അറിയുന്നുണ്ട്. പക്ഷെ അതിലുള്ള സങ്കടം ഇതാണ്. ഞാൻ മറ്റുള്ളവർക്ക് ഉപദേശിച്ച് കൊടുക്കുന്ന ആള് ഇവർക്ക് നടുക്ക് കയറി ഇരിക്കുന്നുണ്ടോ? ഇല്ല. ആ സംശയം തീർത്തോട്ടെ. ഇല്ല, ഞാൻ നടുക്കിരിക്കല്ലേ ഇനി. എന്നോട് ചോദിക്കുക ഞാനെന്താ നടുക്കിയിരിക്കുക, ഞങ്ങളോടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടമല്ല, അവർക്കൊരു ഇഷ്ടമാണ് അവരെന്നെ നടുക്കിരിക്കുന്നത്. അമ്മച്ചിനെ നടുക്ക് ഇരുത്തുള്ളൂ. എനിക്ക് നടുക്കിരിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടപ്പെടണം. അമ്മച്ചി അല്ലാണ്ട് വേറെ ആരെ ഇരുത്താൻ പറ്റുമോ? അപ്പോൾ ഞങ്ങളുടെ മാംഗോ ആൻഡ് ക്യാരറ്റ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താര സ്പെഷ്യൽ